നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ടൊരു നെപ്പോക്കിഡാണ് ഫഹദ് ഫാസിൽ. ആദ്യത്തെ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഫഹദ് ഇതിനോടകം തന്നെ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ചെറിയ കാലയളവിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഫഹദ് അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഡേറ്റ് ക്ലാഷ് കാരണമാകാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുമാകാം. പൊതുവെ ഫഹദിനെ കുറിച്ച് ഇൻഡസ്ട്രിക്ക് അകത്ത് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കമ്മിറ്റ് ചെയ്ത സിനിമകൾ ചെയ്യുമെങ്കിലും അത് ചെയ്യാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ചാണ്. കമ്മിറ്റ് ചെയ്ത പല സിനിമകളിലും ഫഹദ് ജോയിൻ ചെയ്യാൻ വർഷങ്ങളോളം എടുക്കുമെന്നാണ് പൊതുവെ കേൾക്കുന്ന ഒരു കരക്കമ്പി. നീയാണല്ലോ കോടതി ഓടാമേര്. അതെന്തോ ആവട്ടെ, പക്ഷേ നമ്മുടെ വിഷയം അതല്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഫഹദ് കൈവിട്ട പലർക്കും അറിയാത്ത കുറച്ച് സിനിമകളെ കുറിച്ചാണ്. ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ ഫഹദ് അത് ചെയ്യാത്തത് നന്നായെന്നും, ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ ഫഹദ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെയുള്ള ചില സിനിമകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയങ്ങൾ അതായത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഹണീബി 2013 ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ആസിഫ് അലി പടം ഹണീബി. ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ആസിഫ് അലിയുടെ കഥാപാത്രമായ സെബാനായാണ് ഫഹദ് വരേണ്ടിയിരുന്നതെന്നായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. പിന്നെ ആരായിരിക്കും? അതിലെ നായികയായ ഭാവനയെ കല്യാണം കഴിക്കാൻ വരുന്ന വിജയ് ബാബു അവതരിപ്പിച്ച ജോർജ് എന്ന ആ എക്സ്റ്റൻഡഡ് കാമിയോ കഥാപാത്രത്തെ ആയിരുന്നു ഫഹദ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഫഹദ് വളരെ എക്സൈറ്റഡ് ആയി ആദ്യം ചെയ്യാമെന്ന് ഏറ്റിരുന്നെങ്കിലും അവസാന നിമിഷമാണ് പിന്മാറിയത്. അതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല കേട്ടോ. പക്ഷേ ഫഹദിന്റെ അവസാന നിമിഷത്തിലെ ഈ പിന്മാറ്റം സെറ്റിലെ സംവിധായകനടക്കം എല്ലാവരെയും വിഷമിപ്പിച്ചു എന്നുള്ള കാര്യം അന്ന് ചില വാർത്തകളിലൊക്കെ വന്നിരുന്നു. ഈ അടുത്ത കാലത്ത് 2012 മുരളി ഗോപി എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ഇന്ദ്രജിത്ത് നായകനെ പുറത്തെത്തിയ ചിത്രമായിരുന്നു ഈ അടുത്ത കാലത്ത്. ഈ സിനിമയിലും നായകൻ ഇന്ദ്രജിത്തിന് പകരമല്ല കേട്ടോ ഫഹദിനെ വിളിച്ചത്. നിഷാൻ അവതരിപ്പിച്ച റുസ്തം എന്ന ഹിന്ദിക്കാരന്റെ കഥാപാത്രം ചെയ്യാനായിരുന്നു ഫഹദിനെ തീരുമാനിച്ചത്. ആ സമയത്ത് ഫഹദ് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് സ്ത്രീകളുടെ പുറകെ നടന്ന് പണി മേടിക്കുന്ന ക്യാരക്ടറുകളായിരുന്നു. ഈ കഥാപാത്രവും അതേ പരിപാടി തന്നെ ആയിരുന്നല്ലോ സിനിമയിൽ. ചാപ്പാ കുരിശ്, 22 ഫീമെയിൽ കോട്ടയം, ഈ സിനിമകളിലെ കഥാപാത്രങ്ങളുമായി ആ ഒരു സാമ്യം വരുന്നത് കൊണ്ടാണ് ഈ ക്യാരക്ടറിൽ നിന്ന് പിന്മാറിയതെന്ന് അന്ന് കേട്ടിരുന്നു. എന്തായാലും ചെയ്തിരുന്നെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അല്ലേ? തീവ്രം മലയാളത്തിൽ ആദ്യമായി റിവേഴ്സ് സ്ക്രീൻ പ്ലേയിൽ പുറത്തു വന്ന ചിത്രമായിരുന്നു തീവ്രം. രൂപേഷ് പീതാംബരൻ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം 2012 റിലീസാവുന്നത്. എന്നാൽ ഈ ചിത്രത്തിൽ ആദ്യം നായക നടനായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫഹദ് ഫാസിലിനെയായിരുന്നു. ഫഹദിന് കഥ ഇഷ്ടപ്പെടുകയും എന്നാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തപ്പോഴാണ് രൂപേഷ് പീതാംബരൻ മറ്റൊരു കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപാട് നടന്നെങ്കിലും മറ്റൊരു നടനെ കാസ്റ്റ് ചെയ്യാൻ രൂപേഷിന് കഴിഞ്ഞിരുന്നില്ല. അവസാനം തന്റെ വിഷമത്തെക്കുറിച്ച് അൻവർ റഷീദിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ദുൽഖർ സൽമാനെ സജസ്റ്റ് ചെയ്യുന്നതും കണക്ട് ചെയ്ത് കൊടുക്കുന്നതും. അങ്ങനെ ദുൽഖറിന്റെ മലയാളത്തിലെ 3ാമത്തെ പ്രൊജക്റ്റായി തീവ്രം റിലീസായി. അത്യാവശ്യം അഭിപ്രായങ്ങളൊക്കെ നേടി പടം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു. ഫഹദ് ചെയ്തിരുന്നെങ്കിലും നൈസ് ആയേനെ അല്ലേ തീവ്രം. ഐ ലവ് മീ 2012 ക്രിസ്മസ് റിലീസായി പുറത്തു വന്ന ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഐ ലവ് മീ എന്ന ചിത്രത്തിലും ഫഹദ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതായിരുന്നു. ഫഹദ് ഫാസിൽ ഉണ്ണി മുകുന്ദൻ കോംബോയിലായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ വാർത്തകളൊക്കെ ആ കാലത്ത് പുറത്തു വന്നത്. ആസിഫ് അലി അവതരിപ്പിച്ച പ്രേം എന്ന കഥാപാത്രമായിരുന്നു ഫഹദ് ചെയ്യേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് ആ കഥാപാത്രം ഫഹദ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫഹദ് അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും. അത് വായിച്ച് വരാൻ പോകുന്ന അപകടം മുന്നിൽ കണ്ട് കാണണം, അല്ലാതെന്ത് പറയാൻ. ഡബിൾ ബാരൽ മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഏറ്റവും വലിയ പരീക്ഷണ ചിത്രമായ ഡബിൾ ബാരലിലും ഫഹദിന് ഒരു പ്രധാന കഥാപാത്രം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, സണ്ണി വെയ്ൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ കൾട്ട് മൂവിയിൽ ഇപ്പറഞ്ഞവരുടെ ഒന്നും ക്യാരക്ടർ ആയിരുന്നില്ല
ഫഹദ് ചെയ്യാനിരുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിലുള്ള അനൗൺസ്മെന്റ് വാർത്തകളിലെല്ലാം ഫഹദിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. 2013 ആമേൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഫഹദിന്റെ കരിയറിൽ ആ സമയത്ത് വലിയ രീതിയിൽ മൈലേജ് കൊടുത്തൊരു സിനിമയായിരുന്നു. അതിന് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരിയും ഫഹദ് ഫാസിലും ഒന്നിക്കേണ്ടിയിരുന്നത് ആന്റി ക്രൈസ്റ്റ് എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ആ സിനിമ ഷെൽവായി പോയപ്പോൾ അടുത്തതായി ഒന്നിക്കേണ്ടിയിരുന്നത് ഡബിൾ ബാരലിലായിരുന്നു. തമിഴ്നാടൻ ആര്യ അവതരിപ്പിച്ച മജ്നു എന്ന കഥാപാത്രമായിരുന്നു ഫഹദ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ആര്യ അവതരിപ്പിച്ച ആ കഥാപാത്രവും അവസാന നിമിഷം ഫഹദ് ഉപേക്ഷിക്കുകയായിരുന്നു. യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ. ഇവിടെ ഒരുപാട് പ്രശംസകളും അവാർഡുകളും വാങ്ങിയ 2013 പുറത്തിറങ്ങിയ ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ശ്യാമപ്രസാദും ഫഹദും ഒന്നിക്കേണ്ടിയിരുന്ന ചിത്രമായിരുന്നു 2015 പുറത്തിറങ്ങിയ ഇവിടെ. അതിൽ നിവിൻ പോളി അവതരിപ്പിച്ച കൃഷ് എന്ന കഥാപാത്രം ആദ്യം അഭിനയിക്കേണ്ടിയിരുന്നത് ഫഹദ് ഫാസിലാണ്. എന്നാൽ ഈ സിനിമയിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം ഡേറ്റ് ക്ലാഷ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പൂർണ്ണമായും USA ഷൂട്ട് ചെയ്ത ഈ ചിത്രത്തിലെ നിവിന്റെ കഥാപാത്രത്തിന്റെ ഇംഗ്ലീഷ് സംഭാഷണങ്ങളൊക്കെ റിലീസിന്റെ സമയത്ത് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഫഹദ് ചെയ്തിരുന്നെങ്കിൽ പൃഥ്വിരാജുമായിട്ട് കുറച്ചുകൂടി കട്ടയ്ക്ക് കട്ട നിൽക്കുമായിരുന്നു, ബെറ്റർ ആകുമായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു കേട്ടോ. I don't remember exactly. I think he might have joined Infotech 8 years ago. പക്ഷേ അതൊന്നും നിവിനെ തൊട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ പ്രേമം തകർത്തോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ സംവിധാന സഹായികളായി വന്നവരായിരുന്നു സിദ്ദിഖും ലാലും. ഇവർ പിന്നീട് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരായി മാറി. അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല അടുപ്പമുണ്ടായിരുന്നു. ചെറുപ്പകാലം തൊട്ട് ഫഹദൊക്കെ നല്ല ബന്ധമുള്ളവരായിരുന്നു ഈ സിദ്ദിഖും ലാലും ഒക്കെ. ഫഹദ് പിന്നീട് വലിയ സിനിമാ നടനായ ശേഷം സിദ്ദിഖിനും ഫഹദിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു സബ്ജക്റ്റും സിദ്ദിഖിന് കിട്ടി. ചിത്രത്തിന്റെ കഥാതന്തു ഫഹദുമായി ഷെയർ ചെയ്യുകയും ഫഹദിനെ ഇഷ്ടപ്പെടുകയും ഉടൻ തന്നെ അത് പ്രോജക്റ്റായി മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് നടന്നതാണ് ട്വിസ്റ്റ്. ഫഹദ് ഈ പ്രോജക്റ്റ് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. മാസങ്ങൾ കടന്നുപോയി. മാസങ്ങൾ പിന്നീട് വർഷങ്ങളായി മാറി. സിദ്ദിഖ് സാറിന് അത് വലിയൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. തൻ്റെ കരിയറിലെ ഒത്തിരി സമയം ആ പ്രോജക്റ്റിന് വേണ്ടി ചെലവഴിച്ച സിദ്ദിഖ് സാറ് ഈ വിഷയം പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം നോക്കി, ക്ഷമ കാണിച്ചു. അതിന് പ്രധാന കാരണം ഫാസിൽ എന്ന് പറയുന്ന ഗുരുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ബഹുമാനവും ആയിരുന്നുവെന്ന് സിദ്ദിഖ് തന്നെ ചില ഇന്റർവ്യൂകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കോളിളക്കം സൃഷ്ടിച്ച ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറൊന്നുമല്ല, ജേട്ടന്റെ ഫുക്രി. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ജയസൂര്യ അഭിനയിച്ച് 2017 ആ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നു. പടം നിലം തൊട്ടില്ല എന്നത് വേറെ കാര്യം, അത് ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണ്ടെന്നേ, നന്നായിട്ട് സ്നേഹിച്ചാൽ മതി. 2017 നവാഗതനായ വിവേക് സംവിധാനം ചെയ്ത് ഫഹദ്, ഷറഫുദ്ദീൻ, കാതറിൻ തെരേസ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനൗൺസ് ചെയ്ത ചിത്രമാണ് ആണെങ്കിലും അല്ലെങ്കിലും. ഒരു ഫീൽ ഗുഡ് മൂഡിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ പുറത്തിറങ്ങിയെങ്കിലും പിന്നീട് ആ സിനിമ ഡ്രോപ്പായി. പക്ഷേ പതിവിന് വിപരീതമായി ഉടൻ തന്നെ ആ ടീമിൽ നിന്നും മറ്റൊരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഉടൻ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാലും അതേ ടീമിന്റെ തന്നെ മറ്റൊരു സിനിമ പുറത്തിറങ്ങി. പവിഴമഴ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം പിറന്ന അതിര്. ഇനി കൊറോണ സമയത്ത് ഒരു അനൗൺസ്മെന്റ് വരുന്നു. പ്രേമം എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. നായകൻ ഫഹദ് ഫാസിൽ, നായിക നയൻതാര. കേൾക്കുമ്പോൾ തന്നെ ചാർജ് ആവുന്ന പ്രോജക്റ്റ് അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവുന്നു. അങ്ങനെ അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു പാട്ട്. അൽഫോൺസ് പുത്രൻ സംവിധാനം, എഡിറ്റ്, മ്യൂസിക് ഒക്കെ ചെയ്ത് പുറത്തു വരാനായിരുന്നു സിനിമ. പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അൽഫോൺസിന്റേതായി അനൗൺസ് ചെയ്ത ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിന് ഒന്ന് വലിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ പിന്നീട് സംഭവിച്ചു കണ്ടില്ല. ശേഷം അൽഫോൺസ് പുത്രൻ ഗോൾഡിലേക്കും ഫഹദ് ഫാസിൽ മറ്റു ചില സിനിമകളിലേക്കും കയറി. സ്വാഭാവികമായും രണ്ടുപേരും തിരക്കിലായി. ഈ സിനിമ മുടങ്ങിയോ അതോ ഭാവിയിൽ സംഭവിക്കുമോ എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ സംഭവിക്കാത്തത് കാരണം അൽഫോൺസ് പുത്രൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ കുറെ പാട്ടുകൾ മലയാളികൾ മിസ് ചെയ്തു എന്നതാണ് ഈ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ല. ഇനി മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, തമിഴിലും ഫഹദ് അവസാന നിമിഷം പിന്മാറുന്ന ശീലം തുടർന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം വെറ്ററൻ ഫിലിം മേക്കർ സാക്ഷാൽ മണിരത്നത്തിന്റെ ചെക്കച്ചിവന്ത വാനം. അതില് നമ്മുടെ അരുൺ വിജയ് അവതരിപ്പിച്ച ത്യാഗു എന്ന കഥാപാത്രമായിരുന്നു മണിരത്നം ഫഹദിന് മുൻപിൽ വെച്ചത്. ആദ്യം ആ സിനിമ കമ്മിറ്റ് ചെയ്തെങ്കിലും പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം
ഫഹദ് ആ മണിരത്നം ചിത്രത്തിൽ നിന്ന് പിന്മാറി. ഇതിന്റെ ഒരു ഏറ്റവും പോസിറ്റീവായ ഒരു വശം എന്താണെന്ന് വെച്ചാൽ, ചെക്കച്ചിവന്തവാനം ചെയ്യാനിരുന്ന ആ ഡേറ്റിൽ ഫഹദ് അതിന് പകരം മലയാളത്തിലൊരു പടം ചെയ്തു, അമൽ നീരദിന്റെ വരത്തൻ. വരത്തൻ ബോക്സ് ഓഫീസിൽ ഫഹദിന് എത്രത്തോളം മൈലേജ് ഉണ്ടാക്കി കൊടുത്തെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചക്കൻ ചുവന്തവാരം ചെയ്യാത്തത് അത്ര വലിയ പ്രശ്നമൊന്നുമായി കാണണ്ട, അല്ലേ? അതെ അതെ. ഓക്കെ, മലയാളമായി, തമിഴായി, ഇനി അങ്ങ് ദൂരെ ഹോളിവുഡിൽ ചെന്നും ഫഹദ് ഫാസിൽ സിനിമ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? വിശ്വസിച്ചേ മതിയാവും. അതും ഓസ്കാർ അവാർഡ് ജേതാവായ മെക്സിക്കൻ ഫിലിം മേക്കർ അലക്സാൻഡ്രോ ഇനരിറ്റുവിന്റെ ചിത്രം. കാര്യം സിമ്പിളാണ്. ഫഹദിന്റെ ഓഡിഷനൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായ ഇനരിറ്റു ഒരു സജഷൻ പറഞ്ഞു, ഇംഗ്ലീഷ് ആക്സെന്റ് കുറച്ചുകൂടി സ്റ്റൈലാക്കണമെന്നും അതുകൊണ്ട് ഒരു 3 മാസം അമേരിക്കയിൽ വന്ന് ട്രെയിൻ ചെയ്യണമെന്നും. പക്ഷേ ഈ 3 മാസത്തെ ട്രെയിനിങ്ങിന് പേയ്മെന്റ് ഒന്നും ഇല്ല എന്നും സംവിധായകൻ ഫഹദിനോട് പറഞ്ഞു. അത് ഫഹദിന് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഫഹദ് സിനിമ റിജക്ട് ചെയ്തു. എന്താല്ലേ, പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഹോളിവുഡിൽ ഇത്രയും വലിയ സിനിമ റിജക്ട് ചെയ്ത ഫഹദിനെ ഈ പറഞ്ഞ ചെറിയ മലയാളം തമിഴ് സിനിമകൾ ഒഴിവാക്കിയതിന് കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായി പോയ മിസ്റ്റർ പ്രഭാകർ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഫഹദ് ഫാസിലിന്റെ ഡ്രോപ്പ് ആയി പോയ സിനിമകൾ. ഇനിയും ഒരുപാട് പടങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് കേട്ടോ. തുടങ്ങിയിട്ട് നിർത്തിയ ചിത്രങ്ങൾ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് മുടങ്ങിപ്പോയ സിനിമകൾ, ഹോളിവുഡിലെ പ്രശസ്തനായ സംവിധായകൻ ഇംതിയാസ് സലീമായൊക്കെ സിനിമകൾ പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ ഷെൽവായോ എന്തോ എന്ന് തമ്പുരാൻ അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഫഹദ് ഫാസിൽ ഒരു ഭീകര ആക്ടറാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ഇനിയും കിടിലൻ സിനിമകൾ കുറച്ച് താമസിച്ചാലും പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.